الله وبركاته. سورة البقرة 44 آية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. സൂറത്തുൽ ബഖറത്തെ 3 ആയത്ത് ഓതി വെച്ചത് 45, 44, 45, 46. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 44ാമത്തെ ഈ ആയത്തിൽ சொல்றது അതഅമുറൂൻ, நீங்க ആദേശിക്രമ, நீங்க ആജ്ഞാക്രമ, അന്നാസ് ആൽമാർക്ക്, ബിൽ ബിർരി നല്ലത്, വതൻസൗന അതേപോലെ നിങ്ങൾ മറന്നു പോണ്ടമ, അൻഫുസക്കും നിങ്ങളെ സ്വന്ത നഫ്സിനെ, വഅൻതും ಅದರೊಟ್ಟಿಗೆ ನಿಂಗ ತತ್ಲೂನಲ್ ಕಿತಾಬ್ ನಿಂಗ ಕಿತಾಬ್ರೆ ಓದಿ ಉಂಟುಲ್ಲ, ಅಫಲಾ ತಅಖಿಲೂನ್ ನಿಂಗ ಚಿಂತನೆ ಹಾಕಿಲ್ಲ, ಆಲೋಚನೆ ಹಾಕಿಲ್ಲ. ವಸ್ತഈನು ನಿಂಗ ಸಹಾಯಕ್ಕೆ ಕುರು, ಬಿಸ್ಸಬ್ರ್ ಸಬ್ರ ಮೂಲಕ, ವಸ್ಸಲಾ ನಿಸ್ಕಾರತ್ವ ಮೂಲಕ, സബുർ മൂലക്കും നിസ്കാരത്തെ മൂലക്കും നിങ്ങൾ സഹായത്തെ കേൾക്കൂ. വഇന്നഹ ഖണ്ഡിതമായിട്ടും അത് ലകബീറത്തുൻ അത് കഷ്ടത്തെ വിഷയത്തിക്ക് ഇല്ല അലൽ ഖാശിഈൻ ഖുശൂ ഇല്ലാത്ത വിനമ്രത്തെ ഇല്ലാത്ത ആൾമാർക്ക് അതൊരു കഷ്ടത്തെ വിഷയത്തിക്ക്. ഖുശൂ ഇല്ലാത്ത കല്ലാത്ത വേറെ ആർക്കും അത് സാധ്യമല്ല. ചൊല്ലായിരിക്കും അള്ളാഹുടെ ചൊല്ല്. ഇവിടെ ഇതില് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 44ാമത്തെ ഈ ആയത്തിൽ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു തആല ചൊല്ലുന്നത് ഇതിന്റെ മേലത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ഇതിനകം മനസ്സിലാക്കി വന്നത് അള്ളാഹു ബനു ഇസ്രായേലിനെ വിളിച്ചിട്ടായി ചില വിഷയത്തെ ചെന്നത്. അതേ ആയത്തിൽ അള്ളാഹു തആല ഇത് അതിന്റെ തങ്ങളുടെ വിഷയത്തില് ഇനിയും അല്ലാഹു തആല ചൊല്ലുന്നത് ഈ ബനു ഇസ്രായേൽ അതായത് ചൊല്ലുന്നത് യാ മഅ്ശറ അഹ്ലുൽ കിതാബ്, ഏ അഹ്ലു കിതാബ് റങ്ങമേ, വഅൻതും തഅമുറൂന അന്നാസ ബിൽ ബിർ നിങ്ങൾ ആൾമാർക്ക് ഖൈറായതിനെ ചൊല്ലുന്നുണ്ടല്ല. അതായത് തഅമുറൂന അന്നാസ ബിൽ ബിർ നിങ്ങൾ ആൾമാർക്ക് നല്ലതിനെ ഖൈറ നിങ്ങൾ ചൊല്ല് കൊടുത്തുണ്ടല്ല. ആയെങ്ക നിങ്ങളെ സ്വന്തത്തെ മറന്നു പോയിട്ടുള്ള ആൾമാർക്ക് നിങ്ങൾ എന്ത് ചൊത്ത് കൊടുത്തോ ഇല്ലമ അതിന് നേരായിട്ട് അങ്ങ അതിന്റെ ജീവനത്തിൽ കൊമർന്നോട്ടില്ല, അനുസരിക്കോ തയ്യാറായിട്ടില്ല. അതിനൊട്ടികമേ അങ്ങ കിതാബിനെ മോദിയോണ്ടുള്ള അള്ളാഹു തആല ഇൽച്ചി കൊടുത്തതായ കിതാബ്, ആ കിതാബ് അങ്ങ അതിരെ ജീവനത്തിൽ അങ്ങ് അത് ഓതിയോണ്ടുള്ള അങ്ങ് ഗൊന്തുണ്ടു ഇന്നത് ഇത് കിതാബിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടു ചെന്നുണ്ടു. അതുകൊണ്ട് ഇത്തിക്കരോട് കേട്ടിട്ടുള്ളത് അഫലാ തഅഖിലൂൻ. ഈ വിഷയത്തിൽ നിങ്ങൾ ഇനിയും ആലോചന ആക്കില്ലേ? നിങ്ങളെ വർക്കിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് തെളിച്ചോണ്ടില്ല? എന്റെ നിങ്ങളെ വർക്കിൽ നിന്ന് എനിക്ക് ആയോട്ടില്ലേ? അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും. ഈ ബനു ഇസ്രായേൽ അങ്ങ ആൽമാർക്ക് അള്ളാഹുരെ അനുസരിക്കുക, അതേപോലെ തഖ്വത്തെ ഖൈറ് ഇതെല്ലാത്തും ചൊത്തു കൊടുത്തു അങ്ങ് അത് നേരെ വിരുദ്ധാക്കി വയ്യ, അത് നേരെ എതിരായിട്ടായിട്ട് അങ്ങ് ആക്കി വയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹു തആല അങ്ങനെ ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടുള്ളതായിട്ട് കാണുക സാധ്യമുള്ളത്. ഇത് അഹ്ലു കിതാബ് റങ്ങും മുനാഫിക്കുമാരും ഇതുപോലെ മേയ്ത്തിട്ട അങ്ങ് ആൽമാർക്ക് നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും അതേപോലെ നല്ല സറാക്കുകയായി തങ്ങളെ വിളിച്ചു പോയിന്നത്. ആൾമാർക്ക് നല്ലത് ചൊത്തു കൊടുക്കേ,
അക ഹൈറ വിഷയത്തില് നല്ലതൊരു വിഷയത്തില് ഒർക്കത്തും എതിർ ബറാത്തങ്ങും ആക്കാത്തങ്ങുമായി തിന്നാർ അങ്ങനെ സ്വന്തത്തങ്ങ് ബുട്ടുബുട്ടോ ഇന്നാർ അങ്ങ് അതിനനുസരിക്കുക തയ്യാറായോട്ടില്ല ഇതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലായിട്ട് നമുക്ക് ചൊത്തുന്നുള്ളത്. ഇതൊരു ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ചുമ വിഷയത്തെ നമുക്ക് വഴിപാട്ട് തന്നത് കാണാം. അതില് ചുമ ഖുർആന്റെ ആയത്തും ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമ ഹദീസ് ആയിട്ട് പിന്നെ ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടതായിട്ട് മനസ്സിലാക്കാൻ സാധ്യമാവുന്നത് ഏതായാലും ഞങ്ങൾ ഇതിൽ മനസ്സിലാക്കുള്ളത് ഒന്നാം ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അങ്ങനെ അതെ ഇസ്രാ അവിടെ മിഅ്റാജ് പോയപ്പോ ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ പോയപ്പോ അവിടെ വെച്ചിട്ട് ചില ആൽമാരെ അങ്ങനെ ആ ചുണ്ടുരെ അതേപോലെ അങ്ങനെ നാവുരെ നരകത്തെ തീരെ കത്തേറെ മൂലക്ക് കട്ടാക്കിയിട്ടുള്ളതായിട്ട് കണ്ടത്. അപ്പൊ അത് ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റൊട്ടിಗೆ ക്രിദാൽമാരായിട്ടിಕ್கிறார். അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നത് അത് നിങ്ങളെ ഉമ്മത്തിലെ ആ ഖതീബ്മാരായിട്ടിಕ್கிறார், ഖുതുബാക്രങ്ങായിട്ടിಕ್கிறார். അങ്ങ ആൽമാർക്ക് നല്ലതിരെ ബിർറ ചൊല്ല് കൊടുക്கிறார். ഇതേപോലെ ആയിട്ടിക്கிறார். അങ്ങനെ സ്വന്തം നഫ്സിനെ മറക്കറങ്ങായിട്ടിക്கிறாർ. സ്വന്തം ദിക്ർ അവിടെ ഉത്തര കിട്ടതായിട്ട് നിങ്ങൾക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധ്യത. ഇതേപോലെ ആയിട്ടിക്ർ ഖിയാമത്ത് നാൾ രണ്ട് നരകത്തിൽ ഒന്നാമത്തതായിട്ട് കൊണ്ടുപോയിട്ട് ഇടറെ മൂന്ന് കൂട്ടറിൽ ഒരു കൂട്ടറായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് ഉലമാക്കന്മാർ ആലിമീങ്ങ എന്താക്கிறார் അങ്ങനെ ജീവനത്തിൽ കൊമണ്ടില്ല റിയാ ആയിട്ടിക്ര അങ്ങനെ ജീവനത്തിൽ ഇരിക്കുന്നത് ഇതെല്ലാം ആയിട്ടിക്ര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലും നമുക്ക് പഠിപ്പാട്ടി തന്നുള്ളതായിട്ടിക്ര് പക്ഷെങ്കിൽ ഉറക്കത്തും ഞങ്ങ ഒരു നല്ല ഒരു വിഷയ ചൊല്ലറ ബിർറ് ചൊല്ലറാട്ടെങ്കിൽ ആൽമാർഗ ആജ്ഞാക്ക് അതിനകലെ ജീവനത്തിൽ ഒമ്പറകും തയ്യാറാവുന്ന ചൊല്ലായിട്ടിക്ര് ഈ ഒരു ആയത്തിന് ചൊല്ലേണ്ടത്. അതിലും പിന്നെ ഉലമാക്കന്മാർ ചില വിഷയത്തെ അതിനെ ഡീപ്പായിട്ട് നമുക്ക് വേറെ കുറെ വിഷയത്തെ പഠിപ്പാട്ടത് ഈ സന്ദർഭത്തിൽ നമുക്ക് വിവരിക്കുക നേരമില്ലാത്തത് കൊണ്ടാണ് അതൊരു വിഷയത്തിൽ ചൊല്ല പോകുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പിന്നെ ചൊല്ലത് വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ സബുറട്ടിയും സബുറ മൂലക്കും നിസ്കാരത്തെ മൂലക്കും നിങ്ങൾ സഹായത്തെ കേൾക്കൂ ചൊന്ത് അല്ലാഹു തആല ചൊല്ല. അപ്പൊ ഇത് ഈ രണ്ട് ഇബാദത്ത് ചെന്നെങ്കിൽ ഒന്ന് സബർ, രണ്ടാമത്തത് നിസ്കാര. ഇത് ഒരു മുഅ്മിന്റെ വലിയൊരു ആയുധമായിട്ട് ഇത് എപ്പം ഒരു മുഅ്മിന്റെ കൂടെ എപ്പം രണ്ടും വേനായവനായി ചെത്തായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ സബറിന്റെ മൂലക അതേപോലെ നിസ്കാരത്തെ മൂലക അല്ലാഹുവിന്റെ സഹായ കേൾക്കുന്ന ചൊല്ലുള്ളത് ഇസ്തഈനു അലാ തലബിൽ ആഖിറ ബിസ്സബ്ർ. സബർ നിങ്ങൾ അല്ലാഹുവിന്റെ സബർ മൂലക ആഖിറത്തെ നിങ്ങൾ അല്ലാഹുവിന്റെ കേൾക്കൂ അലൽ ഫറായിദ് വസ്സലാ, അതേപോലെ നിസ്കാരത്തെ മൂലക. ഇനി ചില ഉലമാക്കന്മാർ ചൊല്ലുന്നത് ഫഅമ്മ സബ്ർ, ഈ സബർ എടുക്കുന്നത് ഇന്നഹു അസ്സിയാം, ഇത് നോമ്പായിട്ട്. ഇതേപോലെ അല്ലാഹു തആല ഫർളാക്കി തന്ന ഇബാദത്തായിട്ട് നിസ്കാരം. ഈ നിസ്കാരം അതേപോലെ സബർ ഇതിരൊട്ടികായിട്ടിരിക്കുന്നു, ഇതിര മൂലക്കായിട്ടിരിക്കുന്നു. ഞങ്ങൾ ആഖിറത്തിലെ ആ ഒരു ആഖിറത്തില് നരകത്തിൽ ബച്ചവാകും. ഞങ്ങൾ അല്ലാഹുവിന്റെ കേൾക്കുന്ന ചെത്തായിട്ട് ഈ ആയത്ത് പഠിപ്പാട്ട് ചെത്തായിട്ട് തഫ്സീർ മുഫസ്സിർമാർ ചൊല്ലുന്നത്. ഇതേപോലെ അൽ മുറാദു ബിസ്സബ്ർ, ഇവിടെ സബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കഫ്ഫു അനിൽ മആസി ചെത്തായിട്ട് പിന്നും തഫ്സീറിൽ കാണാം. മഅസിയത്തിൽ നിന്ന് ബെടക്കത്തരത്തിൽ നിന്ന് മുട്ടുനിക്കുന്നതായിട്ട് ഇവിടെ സബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെന്ന് മനസ്സിലാക്കാം. ഇതേപോലെ ഇനിയും പിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇവിടെ സുഫിയാൻ തൗരി റഹ്മഹുല്ലാ അയാൾ ഇതിന്റെ തഫ്സീർ ചൊല്ലറ് ഇവിടെ അസ്സബ്ർ ചെന്നെങ്കിൽ ഇത് നോമ്പായിട്ട് കാരണം അസ്സൗമു നിസ്ഫു സബർ, സബറിന്റെ പാതിയായിട്ട് നോമ്പ് ചെന്നുള്ളത്. ഇതുകൊണ്ടിട്ട് ചില ഉലമാക്കന്മാർ സബർ ചെന്ന് അത് ഉദ്ദേശിക്കുന്നത് ഇത് നോമ്പ് ചെത്തും. ഏതായാലും സബറില് മൂന്ന് വിധ നമുക്ക് ഇതിലെ ഉലമാക്കന്മാർ ഞങ്ങളെ സലഫ്മാർ പഠിപ്പാട്ടത് കാണാം. മൂന്ന് ടൈപ്പിലായിട്ട് സബർ ഉള്ളത്. ഒന്ന് അസ്സബ്ർ, സബർ അല്ലാഹു ഇബാദത്ത് എടുക്കുമ്പോ അല്ലാഹു അനുസരിക്കുമ്പോ നമുക്ക് ഞങ്ങളെ കൂടെ സബർ വേണം. രണ്ടാമത്തേതായിട്ട് മഅസിയത്തിൽ നിന്ന് മുട്ടുനിക്കും നമുക്ക് സബർ വേണം. മൂന്നാമത്തേതായിട്ട് എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷ പണ്ട്
അള്ളാഹുലിൽ എന്തെങ്കിലും ഞങ്ങൾ ജീവനത്തിൽ പരീക്ഷ വരുമ്പോ ആ പരീക്ഷത്തെ സന്ദർഭത്തിൽ ഞങ്ങൾ സബർ എടുക്കുന്നു. ഇതായി ദിക്ർ മൂന്നാമത്തെ ഒരു സബർ ചന്തായി ദിക്ർ. എതിരെ ഈ സബറുമായി ബന്ധപ്പെട്ടിട്ട് സലഫ്മാർ ഉലമാക്കന്മാർ പഠിപ്പാട്ടതായി മനസ്സിലാക്കാൻ സാധ്യമാവുന്നത്. ഇതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയത്തിലായി ചൊല്ലുന്നത് ഇന്നഹ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഇത് വിനമ്രത ഉള്ള ഖുശൂ ഉള്ളവർക്ക് മാത്രമേ ഇത് ആക്കുക സാധ്യമല്ലേ. ബാക്കിയുള്ള ആൾമാർക്ക് ഖുശൂ ഇല്ലാത്തവർക്ക്, ഖുശൂ ഇല്ലാത്ത അല്ലാഹുവിനെ പേടിയില്ലാത്ത ഭയഭക്തി ഇല്ലാത്തവർക്ക് ഇതൊരു ഭാരി കഷ്ടത്തെ വിഷയമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്. അപ്പൊ ഖുശൂ അതേപോലെ ഭയഭക്തി അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ തരം പാലിക്കുക സാധ്യമാവുള്ളൂ. ചെന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ചില നിസ്കരിക്കുകയും അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കുകയും അതിരൊട്ടിಗೆ ആ ഇബാദത്ത് അല്ലാഹുവിന്റെ ആ സബറൊട്ടിಗೆ എടുക്കുകയും തന്റെ ജീവിതത്തിൽ സബർ പാലിക്കുകയും സാധ്യമാവുള്ളൂ. ചെന്നായിട്ട് ഇനി ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പിന്നെ 46ാമത്തെ ഈ ആയത്തിൽ ചൊല്ലുന്നത് അല്ലദീന യദുന്നൂൻ. ആറായിത്തിക്രാർ ഖുശൂഉൽ അൽമാർ, ആ വിനമ്രത ഉള്ളങ്ങ, ആറായിത്തിക്രാർ ഭയഭക്തി ഉള്ളങ്ങ. അല്ലദീന യദുന്നൂൻ അതായത് അങ്ങ ദൃഢമായിട്ട് നമ്പറങ്ങായിത്തിക്രാർ, വിശ്വസിക്കറങ്ങായിത്തിക്രാർ അന്നഹും മുലാഖു റബ്ബി, അങ്ങനെ റബ്ബരങ്ങ മീട്ടാവുറാറ് ചെറുത്തില്ലേ ആ ഒരു ദൃഢമായ നമ്പിക്ക അങ്ങനൊട്ടിയുണ്ട്. വഅന്നഹും ഇലൈഹി റാജിഊൻ, അതേപോലെ ആയിത്തിക്കറ് ഖണ്ഡിതമായിട്ടും അങ്ങനെ റബ്ബറ മുട്ട മടങ്ങി പോണ്ടങ്ങ ചത്തുമായിത്തിക്കറ് അങ്ങനൊട്ടിക ആ ദൃഢമായ ഒരു നമ്പിക്കൈക്കരുത്, ആ ഒരു വിശ്വാസിക്കരുത്. അപ്പൊ ഇത് ഖുശൂ എന്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ബണ്ടത്, ഭയഭക്തി എന്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ബണ്ടത്, അതായിത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ചൊല്ലുന്നത് ഹാദാ മിൻ തമാമിൽ കലാമിൽ അല്ലദി ഖബ്ലഹു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ചൊല്ലുന്നത് ഇതായിത്തിക്കറ് ഈ ഒരു പൽക്കത്തെ തമാം, ഈ ഒരു പൽക്കത്തെ കംപ്ലീറ്റ് ആവുന്നത് അതാ ഈ ആയത്തിന് മൂലക്കായിത്തിക്കറ്. എന്താണെങ്കിൽ ഇൻക്ക് നിസ്കാര ഇതൊരു കഷ്ടാവില്ല, സബർ എടുക്കുന്നത് അതൊരു കഷ്ടല്ല. കാരണം എന്താ, അതിങ്ങലൊട്ടികല്ലോ ഖുശൂ ഉള്ളത് കൊണ്ടായിത്തിക്കറ്. ആ ഖുശൂ അങ്ങനെ എവിടെ എത്തുപാട്ടിത്തിക്കറ് അങ്ങ അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം, അങ്ക് ഗ്യാരണ്ടി ദൃഢമായ ഒരു വിശ്വാസം ಅಂದ್ರೆ ಆಗಲ ರಬ್ಬರಂಗ ಮೀಟಾವರಾರ ಚೊತ್ತುಲ್ಲದೆ ಅಂಗ ಯಅಲಮೂನ ಅನ್ನಹು ಮಹ್ಶೂರೂನ ಇಲೈಹಿ ಯೌಮಲ್ ഖിയാമ, ഖിയാമത്ത് നാൾ രണ്ട് അങ്ങല റബ്ബരെ എതിർലങ്ങ ഒട്ടിಗೆ കൂട്ടപ്പെടാറ് ചൊത്തുല്ല. അങ്കൊരു ദൃഢമായ വിശ്വാസ ಐತಿಕ್ರಿ അങ്ങല ഈ ഒരു അവസ്ഥಗೆ എത്തുപാട്ടത് ചൊത്തൈತಿക്ರಿ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലായിട്ട് നമുക്ക് പഠിപ്പാട്ടിയുള്ളത്. അപ്പൊ ഈ ഒരു വിശ്വാസ ആഖിറത്തിലെ മേലുള്ള വിശ്വാസ ಐತಿಕ್ರಿ അങ്ങനെ എല്ലാ അമലു സ്വാലിഹാത്ത് ആക്കുക, എല്ലാ സത്കർമ്മ ആക്കുക, അങ്ങനെ പ്രേരണ കൊടുക്കുന്നത്. അതേപോലെ അങ്ങനെ പ്രേരക ശക്തി ഇതായിട്ട് മനസ്സിലാക്കുന്നത്. ഇതായിത്തിക്രി ഒരു മുഅ്മിന്റെ ഈ അമലു സ്വാലിഹാത്ത് ആക്കുക എത്തുപാട്ടത് ഇതേ ആയിത്തിക്രി. എത്ര കഷ്ടബന്ധങ്ങൾ എത്ര ത്യാഗ സഹിച്ചെങ്കും നന്റെ ആഖിറത്തിൽ നക്ക് ഇതുകൊള്ള ബദലായിട്ട് അതെ സ്വർഗ കിട്ടണോ അവിടെ ഞാൻ വിജയിക്കണോ ചൊല്ലെ ആ ഒരു ആഗ്രഹത്തില് ആ മുഅ്മിനായോನು ഏത് ത്യാഗത്തും ഏത് കഷ്ടത്തും തയ്യാറാവുക ചൊല്ലൈതിക്രി ഈ ആയത്തെ നമുക്ക് പഠിപ്പാട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുരെ കലാം ഖുർആൻ ഇതുപോലെ മേയിതിക്രി അല്ലാഹുരെ ദീൻറെ പഠിക്കും അതിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് തരട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام